പ്രഭാര, ഒരാഴ്ചത്തെ പരോളിന് വന്നതാ. അപ്പോഴാ തന്റെ കഥകളൊക്കെ അറിഞ്ഞത്. അക്ഷരം കൂട്ടി പറഞ്ഞ നാളല്ലേ. ഇനി മാഷിന്റെ പഴി കൂടിയേ കേൾക്കേണ്ടതുള്ളൂ. എനിക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയത് വെറുതെ മാഷെ. ഏൽപ്പിച്ചതൊന്നും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ തോക്കാം. പക്ഷെ സ്വന്തം മനസ്സിന്റെ മുമ്പിൽ തോറ്റാൽ പിന്നൊരാൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിന്റെ സമരത്തിന്റെ വഴിയൊന്ന് മാറ്റേണ്ട സമയമായി പ്രഭാര. നേരിന്റെ രാഷ്ട്രീയം ഇല്ലാതാകുമ്പോ നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ നേരെന്താണെന്ന് കണ്ടെത്തണം. ആ നേരിന്റെ അർത്ഥം പുതിയ കാലത്ത് ചതിയെന്നാണെങ്കിൽ അത് തിരിച്ചു പ്രയോഗിക്കാനും നാം മടിക്കേണ്ടതില്ല. അതെ രാമകൃഷ്ണൻ, മൈക്കിൾ. പക്ഷേ ആ പേരിൽ തന്റെ മകളെന്നെ അറിയില്ല. അവൾക്ക് ഞാൻ മൈക്കിൾ അല്ല, ക്രിസ്റ്റിയ, ക്രിസ്റ്റി തോമസ്. ആരാ രാമകൃഷ്ണ ഇത്? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ നിനക്കും നിന്റെ പപ്പയ്ക്കും തന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ രാമകൃഷ്ണ, തന്നു തീർക്കാവുന്ന ബാധ്യതയാണോ താൻ ഉണ്ടാക്കി വെച്ചത്? പലിശ മാത്രം കണക്കൂട്ടിയാൽ തന്നെ താൻ തന്നത് മതിയാവോടോ? ഇനി ഈ വീടും പറമ്പും മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. തീർച്ചയായും മുതലായും പലിശയായുമുള്ള സകല ബാധ്യതകളും ഞാൻ അവസാനിപ്പിക്കാം. പക്ഷെ തന്റെ മകളെ എനിക്ക് വിട്ടുതരണം. അവളെ വിളിക്കേ. പ്ലീസ്, എന്നോട് കരുണ കാണിക്കണം. ആ ക്രിസ്റ്റിയിലും അവൻ രഞ്ജിനെ കൊണ്ടുവന്നു പറഞ്ഞ തറവാട്ടിലേക്ക് കുറെ ആൾക്കാരുമായിട്ട് പോയിട്ടുണ്ട്. വെട്ടുപലിശയ്ക്ക് കാശെടുത്തിട്ട് മക്കളുടെ സ്കൂൾ ഫീസ് അടക്കുകയും അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കുകയും ചെയ്യുന്നവരാ നമ്മൾ മലയാളികള്. കെണിയാണെന്നറിഞ്ഞിട്ട് നിന്നെ പോലുള്ളവർക്ക് തലവെച്ച് തരുന്നതേ വേറെ ഗതിയില്ലാത്തതുകൊണ്ടാ. അത് തിരിച്ചു വേണമെന്ന് വാശി പിടിക്കുന്നത് കഷ്ടമല്ലേ മക്കളെ? അതുകൊണ്ട് പോയത് പോയിന്ന് കരുതി മോൻ ചെല്ല്. ഓടാ. കുറച്ചുനാള് ഞാനൊരു വിഡ്ഢിവേഷം കിട്ടി. നിന്റെ മനസ്സിൽ ഇടമില്ലെന്നറിയാതെയാ ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. അർഹതയില്ലാത്തടത്ത് കയറിപ്പറ്റാൻ ശ്രമിച്ചത് അതെന്റെ തെറ്റാ. പ്രഭേ, എന്റെ മോൾക്കൊരു അബദ്ധം പറ്റി എന്നുള്ളത് സത്യ. പക്ഷെ ഇപ്പൊ ഇവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. ഇവളുടെ തെറ്റ് പൊറുക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ. ഏയ്, അത് ശരിയാവില്ല. ഇപ്പൊ നിന്റെ മനസ്സിൽ ക്രിസ്റ്റിയോടുള്ള തീരാത്ത പകയാ. ആ പകയാണ് എന്നോടുള്ള ഇഷ്ടമായിട്ട് മാറിയിരിക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോ നീ ക്രിസ്റ്റിയെ മറക്കും. അപ്പൊരു പക്ഷേ ഞാനാ വേണ്ടിയിരുന്നില്ല ഭർത്താവിന്റെ സ്ഥാനത്തു നിന്നൊരു തോന്നൽ നിനക്കുണ്ടാവും. ആ സമയത്ത് ചിലപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് പറ്റിയ നല്ലൊരാളതാ അച്ഛൻ കണ്ടെത്തി തരും. എട്ടാം വാർഡിലെ തിരഞ്ഞെടുപ്പിൽ കുരിശുപള്ളിക്കൽ അവറാച്ചൻ വിജയിച്ചിരിക്കുന്നു.
ലക്ഷം ലക്ഷം പിന്നാലെ അവറാച്ചൻ സിന്ദാബാദ് അവറാച്ചൻ സിന്ദാബാദ് അവനെ അടിച്ചു നിർത്താൻ പറയട്ടെ. വരട്ടെ. ചാണ്ടി മാല ഇടാനാണ് വന്നത്. അയ്യോ സോറി. സന്തോഷം. കൊല്ലണായി നായിന്റെ മോനെ. ഒറ്റൊരുത്തിനെടുക്കരുത്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങളിൽ ഒരാളെന്നെ തൊടുന്നതിന് മുമ്പ് ഞാനിവന്റെ കഥ കഴിച്ചിരിക്കും. അയ്യോ ആരും എടുക്കരുത്. എന്നെ വിടു പ്രഭാര. എന്റെ അച്ഛൻ മാത്രമേ ഗാന്ധിയനായിരുന്നുള്ളൂ. മുത്തച്ഛൻ INA സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെയായിരുന്നു. ഗതികെട്ട പ്രഭാകരൻ അഹിംസ വിടും അവറാച്ച. ആരും വരരുത്. എന്നെ വിടു പ്രഭാര. എല്ലാ കാലത്തും എന്നെ കൊടുക്കാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞ് നടന്നവനാ താൻ. ആ തന്നെ അവസാനിപ്പിക്കേണ്ടത് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാ. എന്നെയും എന്റെ അനുജത്തെയും ചേർത്താ താൻ കഥകൾ മെനഞ്ഞത്. അത് ഈ നാട്ടുകാരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ താൻ കളിച്ച നാടകം എന്തായിരുന്നുവെന്ന് ഇവിടെ വെച്ച് പറയണം. വേണ്ട പ്രഭാര. വേണ്ട. ഈ കള്ള നായന്റെ മോനെ എല്ലാത്തിനും കാരണം സത്യം എന്താണെന്ന് തുറന്നു പറയണം. അവനെന്തിനാ ഇയാള് പറയും? പറയടാ. പറയാം. ഈ നുണക്കഥ ഉണ്ടാക്കിയത് ഞാനാ. ആ പെൺകുട്ടിയും പ്രഭാകരനുമായി ഒന്നുമില്ല. സത്യം സത്യം. അവറാച്ച, താൻ എനിക്കെതിരെ എടുത്ത് പയറ്റിയതൊരു പഴയ അടവാ. എന്നിട്ടും താൻ തന്നെ അതിൽ വിജയിക്കുകയും ചെയ്തു. താൻ പറഞ്ഞത് മുഴുവൻ ഈ നാട്ടുകാരെ വിശ്വസിക്കുകയും ചെയ്തു. അതവരുടെ വിധി. അതുകൊണ്ട് തനിക്ക് തരാനുള്ളത് തന്നേ പറ്റൂ. വാടാ. PK പ്രഭാകരൻ സിന്ദാബാദ്. ഇലക്ഷൻ വീണ്ടും നടത്തുക. തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യുക. ഇലക്ഷൻ വീണ്ടും നടത്തുക. PK പ്രഭാകരൻ സിന്ദാബാദ്. PK പ്രഭാകരൻ സിന്ദാബാദ്. വേണ്ട. ഇടതായാലും വലതായാലും ആര് കൊളുത്തിവിട്ടാലും മുകളിൽ ചെന്ന് പൊട്ടാനുള്ള യോഗമേ ഇവർക്കൊക്കെ ഉള്ളൂ. മുൻപിൽ നിന്ന് വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഇവരൊക്കെ. അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് എനിക്ക് ഒരു പദവിയിലും എത്തണ്ട. എപ്പോഴും എല്ലാവർക്കും എന്നെ വേണമെന്നുള്ളത് എന്റെ മിഥ്യാധാരണയായിരുന്നു. പ്രഭാകരൻ തോറ്റു. എന്നേക്കുമായിട്ട് തോറ്റു.